നമ്മൾ ബുദ്ധനെ സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സെഷനിൽ എങ്ങനെയാണ് ബുദ്ധനെ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനിയുള്ള കുറച്ച് സെഷൻസ് ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിലെ ഓരോ എലിമെൻറ്റ്സിനെയും എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഏത് മെറ്റീരിയലാണ് ഇത് ചെയ്തതെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഫ്ലാഷിൻ്റെ ക്യാൻവാസ് പാഡിലാണ് ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് എവിടെ നിന്ന് കിട്ടി, എത്രയാണ് കോസ്റ്റ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ പോയി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്കെച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കി എങ്ങനെയാണ് നമ്മൾ ബുദ്ധനെ സ്കെച്ച് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ സെഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മറ്റ് ആക്രിലിക് പെയിൻറ്റിങ് ട്യൂട്ടോറിയൽസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യം നോർമലി ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് പിന്നെ മുന്നോട്ട് ചെയ്തവരാണ് ചെയ്യുക. അപ്പം ബുദ്ധൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ചെയ്യുകയാണ്. അതിന് ബാക്കിൽ കുറച്ച് ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് ബ്രഷ് സൈസ് 6 റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം ഞാൻ ബുദ്ധൻ്റെ ചുറ്റിനും വൈറ്റ് അപ്ലൈ ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു ലെയർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി കഴിഞ്ഞിട്ട് ലെമൺ യെല്ലോ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ രണ്ടിനും നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ പോയിട്ട് വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ഇതിനൊരു തേർഡ് റിങ്ങും കൂടി കൊടുക്കുകയാണ്. കുറച്ചൊരു ഗ്രീൻ, അതിന് ലൈറ്റ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യുമ്പം ഓൾ ദ 3 കളേഴ്സ് വെറ്റ് പൊസിഷനിലാണ്. അപ്പം ഒരു കളർ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം 3 കളർ, ഇപ്പോൾ ഇവിടെ 3 കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 3 കളറും വെറ്റായിട്ട് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ബ്രഷിനെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നി അത്ര യെല്ലോ ടിഞ്ച് വേണ്ട, അപ്പോൾ കുറച്ചും കൂടി ഗ്രീനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഗ്രീനെ കുറച്ച് അകത്തേക്ക് എടുത്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പം കുറച്ചും ബുദ്ധനെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഏരിയ ഞാൻ വലിയ കാര്യമാക്കിയില്ല, നമുക്ക് ഫൈനലി സെറ്റാക്കാവുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ബുദ്ധന് ചുറ്റുമുള്ള ആ ഒരു ഏരിയ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ചെയ്തത്. ഇനി ബുദ്ധൻ്റെ ഹെയർ ചെയ്യാം, മുടി ചെയ്യാൻ വേണ്ടിയിട്ട് ബേൺഡ് അമ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് റോ അമ്പർ അപ്ലൈ ചെയ്തതാണ്. ബേസ് കോട്ട് ഫില്ല് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്കിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റും ബേൺഡ് അമ്പറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കളർ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ, ജസ്റ്റ് ബേസ് കോട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ആദ്യം ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏത് കളറാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ഒരു ഹ്യൂമൻ കളർ എന്നുള്ള രീതിക്കുള്ള ബേസ് കോട്ട് അടിക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ചേഞ്ച് വരുത്താലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ഫേസിന് അല്ലെങ്കിൽ സ്കിന്നിന് ഈ ഒരു ടോൺ കൊടുത്തത്. ഇനി ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ട് ക്രിംസൺ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ക്ലോത്തിങ് ആണ്. പക്ഷെ അതിന് ഷെയ്ഡും അല്ലെങ്കിൽ അതിന് വാല്യൂ ഡിഫറൻസ് വരുത്താതെ നമുക്ക് അതിനൊരു ഡെപ്ത് തോന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റാണ് ക്രിംസൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ടോൺ കിട്ടും. കുറച്ച് യെല്ലോവും ലെമൺ യെല്ലോവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക്, ഓറഞ്ച് ഇതിലേക്ക് കളറിലേക്ക് വരാൻ വേണ്ടി. ഇപ്പോൾ ഇത് ചെറിയൊരു പെയിൻറ്റിങ് ആയതുകൊണ്ടാണ് കംപ്ലീറ്റ് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു വലിയ പെയിൻറ്റിംഗ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വലിയ ബ്രഷുകൾ യൂസ് ചെയ്യാം. ഇങ്ങനെ ഔട്ട്ലൈൻ ഇടുന്നത്, അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് നിങ്ങൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാം, നമ്മൾ മ്യൂറലിലൊക്കെ ചെയ്യുന്ന പോലെ. ഞാനിവിടെ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ച് കാണുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ എൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു സ്റ്റേജ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം കംപ്ലീറ്റ് സ്കെച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലാം വരച്ചെടുക്കുകയാണ്. ഞാനിവിടെ ക്രിംസൺ മാത്രമാണ് യൂസ് ചെയ്തത്. മ്യൂറലിൽ ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തിട്ടൊന്നല്ല യൂസ് ചെയ്തത്, മ്യൂറൽ റെഡ് മിക്സ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. മ്യൂറൽ പെയിൻറ്റിങ് അല്ലല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഞാൻ വരച്ചത് സ്കെച്ച് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ക്രിംസൺ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ബ്രഷ് 00 സൈസുള്ള റൗണ്ട് ബ്രഷ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരയ്ക്കുന്നുണ്ട്. ഞാനൊരു റെഡ് ചൂസ് ചെയ്യാൻ കാരണം കുറച്ചൊരു വാം ആയിട്ടുള്ള പിക്കല്ലേ അല്ലെങ്കിൽ ഒരു ബുദ്ധനെയല്ലേ നമ്മൾ ചെയ്യുന്നത്, വാം കളറുള്ള ബുദ്ധനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് കുറച്ചൊരു ചേരുന്ന അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നമുക്കത് നമ്മൾ ബാക്കി ബേസ് കോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിംസൺ യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ഔട്ട്ലൈൻ ഇടുക. അതിട്ട് കഴിഞ്ഞാൽ ഞാനിവിടെ റെഡിൻ്റെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ രണ്ട്
വാല്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കളേഴ്സ് ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊരു റെഡിനോട് അടുത്തിട്ടുള്ളൊരു കളറും കുറച്ച് നല്ലൊരു ഓറഞ്ച് ആയിട്ടുള്ള കളറും. അപ്പം ഇത് ഞാൻ റെഡ് വെച്ചിട്ടല്ലേ ഔട്ട്ലൈൻ ഇട്ടേ. അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ റെഡ് വരച്ചതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഡാർക്ക് ആയിട്ടില്ലെങ്കിൽ ആ ഒരു ഓറഞ്ചിൻ്റെ റെഡിനോട്ട് ക്ലോസ് ആയിട്ടുള്ള കളർ വെച്ചിട്ടാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അടുത്ത് തൊട്ട ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓറഞ്ച് ആയിട്ടുള്ള കളർ വെച്ചിട്ടാണ് ബാക്കി അത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് കളറിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ആ റെഡിൻ്റെ മുകളിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ടോണും അതിൻ്റെ അടുത്ത് കൂടെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള വാല്യൂ ഉള്ള കളറും അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിവിടെ ആ ഒരു ഡെപ്ത് തോന്നിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ പ്ലെയിൻ ആയിട്ടൊരു കളർ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഡെപ്ത് തോന്നിക്കില്ല. അപ്പോൾ ആ ഡെപ്ത് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 വാല്യൂസ് യൂസ് ചെയ്തിട്ട്, ഓറഞ്ചിൻ്റെ 2 വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതായത് 2 കളർ വേരിയേഷൻസ്, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള റെഡിനോട് അടുത്തുള്ള ഓറഞ്ചും കുറച്ച് യെല്ലോ കൂടിയ ഓറഞ്ചും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ബ്ലെൻഡ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ബ്ലെൻഡ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞു 2 കളറും വെറ്റാക്കി വെക്കുക, എന്നിട്ട് ബ്രഷ് സ്മൂത്തായിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ എന്താ, നമ്മൾ 2 കളേഴ്സും ബ്ലെൻഡായിട്ട് വരും. പിന്നെ ഇത് ക്യാൻവാസ് പാഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. എന്ത് മെറ്റീരിയലാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂവിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബിഗിനേഴ്സിന് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. പിന്നെ ഇനി ഞാൻ സ്കിന്ന് ഞാൻ ജസ്റ്റ് ഒരു കളർ ട്രൈ ചെയ്ത് നോക്കിയതാണ്, മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അതുകൊണ്ട് കൈയും കാലും അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കളർ മിക്സ് ചെയ്തില്ലെന്ന് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ബേൺ സിയാൻ എന്ന് പറയുന്ന കളറാണ്. അതിനകത്ത് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അതിലൊരു റെഡ് കണ്ടന്റ് ഉള്ള പോലത്തെ ഒരു കളറാണ്, അങ്ങനെ ഓൾമോസ്റ്റ് തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഒരു വാം ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെമൺ യെല്ലോവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ചെവിക്ക് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു സ്കിൻ അല്ലെങ്കിൽ ആ ബോഡി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ആ ബോർഡറിലൂടെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ചെയ്യാനും നടുവിലേക്ക് കുറച്ച് ലൈറ്റായിട്ട് ഓറഞ്ച് ടിഞ്ചുള്ള അല്ലെങ്കിൽ ഒരു യെല്ലോ ടച്ചുള്ള, ഓറഞ്ച് അല്ല യെല്ലോ ടച്ചുള്ള ഒരു കളറാണ് ആ സെൻറ്ററിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ബോർഡറിലൂടെ നമ്മൾ കുറച്ച് നല്ലപോലെ ഡാർക്കായിട്ട് വൈറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ യെല്ലോ കണ്ടൻറ്റ് കുറവുള്ള ബേൺ സിയാൻ മിക്സാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നടുവിലേക്ക് വൈറ്റും യെല്ലോവും കൂടുതലുള്ള മിക്സാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഫേസിൽ ഞാൻ ജസ്റ്റ് ബേസ് കോട്ട് പോലെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് യെല്ലോവും ബേൺ സിയാനും വൈറ്റും 3 കൂടിയുള്ള ഒരു മിക്സ്, അധികം യെല്ലോ ഇല്ല, കുറച്ച് യെല്ലോ ഉള്ളൂ, അത് 3 മിക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഓരോ ഏരിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ഡെപ്ത് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫേസിൻ്റെ നമ്മൾ കയ്യിലൊക്കെ ചെയ്ത പോലെ തന്നെ ഫേസിൻ്റെ ഔട്ടർ എഡ്ജ് ഫുള്ള് ഡാർക്കായിട്ട് നടുവിലേക്ക് അല്ലെങ്കിൽ ഹൈലൈറ്റ് വരുന്നിടത്ത് ലൈറ്റായിട്ടാണ് വരുന്നത്. അപ്പം നെറ്റിൻ്റെ ആ കോർണറിൽ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് ബേൺ ചെയ്യാൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ ലൈറ്റ് ടോൺ എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഹൈലൈറ്റ് എവിടേക്കാണ് വീഴുന്നത് വെച്ച് കഴിഞ്ഞാൽ നെറ്റി, കണ്ണിൻ്റെ 2 കവിളുകൾ, അത് കണ്ണിൻ്റെ 2 താഴത്തെ ഏരിയ, കണ്ണിൻ്റെ മുകളിൽ, പിന്നെ മൂക്ക്, താടി ഭാഗം, അവിടേക്കാണ് ഞാൻ ഹൈലൈറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലൈറ്റ് ടോണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്രിംസൺ കൊണ്ടാണ് ഔട്ട്ലൈനൊക്കെ ഇടേണ്ടതെന്നുള്ളത്. അപ്പോൾ അതെന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ, കാരണം ഞാൻ ആദ്യം ഇട്ട ഔട്ട്ലൈൻ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ സീ ത്രൂ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രിംസൺ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഔട്ട്ലൈൻ ഇട്ടേ. അപ്പോൾ ക്രിംസൺ ബ്ലാക്ക് ഒക്കെ യൂസ് ചെയ്യാൻ എന്തുകൊണ്ട് ക്രിംസൺ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാം ടച്ചാണുള്ളത്. അപ്പോൾ ഞാൻ ക്രിംസൺ യൂസ് ചെയ്തത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണില്ല, അതറിയില്ല അധികം. അപ്പോൾ അതങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് കളറൊന്നും യൂസ് ചെയ്യാണ്ട് ഞാൻ ക്രിംസൺ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി നെറ്റിൻ്റെ നടുവിലേക്ക് ഞാൻ നേരത്തെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഏരിയാസിലേക്ക് ജസ്റ്റ് വൈലൈറ്റ് കളർ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എവിടേക്കാണ് അത് വരട്ടെ വെച്ചാൽ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്യാണ്. ഇത് ആക്ച്വലി നല്ല സ്മൂത്തായിട്ട് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും, എക്സ്പെഷ്യലി ബിഗിനേഴ്സ് ചെയ്യുകയാണെങ്കിൽ. ചില സമയത്ത് നമ്മൾ ബ്രഷ് കൊണ്ട് ഇത് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് നമ്മൾ വിചാരിച്ച സ്ഥലത്താവില്ല ബ്ലെൻഡായി വരിക, അല്ലെങ്കിൽ കറക്റ്റ് ചിലപ്പോൾ ബ്രഷ് സ്ട്രോക്സ് വരും, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരാനുണ്ട്. അത് നമ്മൾ പെയിൻ കൺസിസ്റ്റൻസിൻ്റെ ഒക്കെ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കറക്റ്റാക്കി എടുക്കാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബിഗിനറാണ്, എനിക്കിത് ഭയങ്കര ടഫാണെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുക, നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് വരിക. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാം.
താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ എന്നാലാവുന്ന രീതിയിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് ഹൈലൈറ്റിൽ കുറച്ചും കൂടി കാണാൻ വേണ്ടിയിട്ട്, നേരത്തെ ഡ്രൈ ആയപ്പോൾ എനിക്ക് കുറച്ച് ലൈറ്റായി പോയി, അല്ലെങ്കിൽ കാണുന്നില്ല, ഭയങ്കരമായിട്ട് ബ്ലെൻഡായി പോയി തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നല്ല രീതിക്ക് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വേറെ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല, സിയാൻ തന്നെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പിരിയും കണ്ണിനും മൂക്കിനും ചുണ്ടിനും ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്തില്ല, റെഡ് യൂസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഡയറക്റ്റ് വരച്ചു എന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഇനി കണ്ണിൻ്റെ മുകളിൽ കുറച്ചൊരു ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ട്, ലൈറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ബ്ലെൻഡ് ചെയ്യുക സ്മൂത്തായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആകുമ്പം ഡയറക്റ്റ് റെഫറൻസ് കിട്ടിയില്ല, കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കാൻ പറ്റുന്ന റെഫറൻസിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് പോയി കണ്ടു നോക്കുക. ചുണ്ടിനും ഞാൻ ഇതേ കളർ, നമ്മൾ ബേസ് കോഡ് അടിച്ച് അതേ കളർ തന്നെ അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൽ പക്ഷേ കുറച്ചും കൂടി യെല്ലോ ടിഞ്ച് കൂടിയൊരു കളറാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പം ചുണ്ട് വരച്ചിട്ട് ഭയങ്കര സീരിയസ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചുണ്ടിൻ്റെ രണ്ട് സൈഡിലും ബേൺ ചെയ്യാൻ യൂസ് ചെയ്തിട്ട് കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് എന്താ പറയുക ഒരു ഡെപ്ത് തോന്നിക്കാൻ വേണ്ടി കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കുറച്ച് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കൂടി നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് വൈറ്റ് കൂടി ആഡ് ചെയ്തു, അതായത് ബേൺ ഡമ്പറിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ട് വെറുതെ സ്ക്രിബിൾ ചെയ്യുകയാണ് കേട്ടോ. അതിന് പെർട്ടിക്കുലർ പാറ്റേൺ ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല, ജസ്റ്റ് സിംപ്ലി സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഭയങ്കര ഡാർക്കായി പോയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബേൺ ഡമ്പർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലൈറ്റ് ആക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുവരെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബുദ്ധനെ ഓൾമോസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഒരു പാർട്ട് ബൈ പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഇതുപോലെ എക്സ്പ്ലെയിൻഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.